ഹൈഡ്രോഡൈനാമിക്സ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന് കുറച്ച് വെക്റ്റർ ആവശ്യമാണ്. അത് ഞാൻ നേരത്തെ ഉള്ള എൻ്റെ പോസ്റ്റിങ്സിലുണ്ട്. സ്റ്റോക്സ് തിയറം, ഗോസ് തിയറം, പിന്നെ വെക്റ്ററിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ, ഇതെല്ലാം പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട്. ഗോസ് ലോയും ഒക്കെ, സ്റ്റോക്സ് തിയറം, ഗോസ് തിയറം ഒക്കെ EM ഫീൽഡ് തിയറി, EM തിയറി എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്സ് ഞാൻ എൻ്റെ സിമ്പിളായിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഇന്നിപ്പോൾ വെക്റ്റർ എൻ്റെ ആവശ്യമില്ല. കാപ്പിലറി ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. ഇന്നത് മാത്രമാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണെന്നൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിലറി ഫ്ലോ കാണാം. ഇത് ഒരു കനാൽ ബെഡാണ്. ഈ കനാലിൽ കൂടെ വാട്ടർ വളരെ സ്ലോ സ്പീഡിൽ ഫ്ലോ ചെയ്യുന്നു എന്നിരിക്കട്ടെ. നമ്മളതിനെ സ്റ്റഡി ഫ്ലോ എന്ന് പറയും. അതായത് ചുഴിയും ഒന്നുമില്ല, വേൾപൂള്, മറ്റുള്ള ടർബുലൻസ് ഒന്നുമില്ല, ശാന്തമായിട്ടൊഴുകുക. ഇവിടെ ഒരു കാര്യം നമുക്ക് ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ കൂടി മനസ്സിലാക്കാം. ഗ്രാജുവലായിട്ട് സിങ്ക് ചെയ്യുന്ന ഒരു വസ്തു, പതുക്കെ പതുക്കെ സിങ്ക് ചെയ്യുന്ന ഒരു വസ്തു, ഒരു പീസ് ഓഫ് സോപ്പ്, ടോയ്ലറ്റ് സോപ്പിൻ്റെ ഒരു പീസായാലും മതി, അത് ഈ ഒഴുകുന്ന വാട്ടർ സർഫസിലോട്ട് വെച്ചാൽ ആദ്യം അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കാണാം. സിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം ബെഡിലെത്തിക്കഴിയുമ്പോൾ അത് അട്രസ്റ്റിലാവുന്നതായിട്ട് കാണാം. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ടോപ്പ് മോസ്റ്റ് സർഫസിൽ നിന്നും അവിടാണ് ഈ വാട്ടർ ഫ്ലോയ്ക്ക് വെലോസിറ്റി ഏറ്റവും കൂടുതൽ. താഴോട്ട് വരുംതോറും വെലോസിറ്റി ഓഫ് ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് മനസ്സിലാക്കാം. വെലോസിറ്റി ബെഡിൽ വരുമ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ 0. അപ്പോൾ ഈ ബെഡിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കൂടിക്കൂടി വരുന്നു. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി പൊസിഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്നതിനെയാണ് നമ്മൾ ഈ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട് എന്ന് പറയാം. ഈ സ്റ്റഡി ഫ്ലോ നടക്കുമ്പോൾ നേരെ കുറച്ച് ടർബുലൻറ്റ് ഫ്ലോ ആകുമ്പോൾ ഈ ലെയർ ഇതുപോലെ ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ ഒഴുകുന്നത് പോലെ ഈ ലിക്വിഡ് ബിഹേവ് ചെയ്യുന്നു. നേരെ കുറച്ച് ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ഈ ലെയറായിട്ട് ഫോം ചെയ്യില്ലെങ്കിൽ അവിടെ ചുഴിയും അടിയൊഴുക്കും ചുഴിയും ഒക്കെ ഉണ്ടാവും. ഈ ലെയർ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കിടന്ന് വട്ടം കറങ്ങുകയും ചുഴിയൊക്കെ ഉണ്ടാവും. അത് ടർബുലൻറ്റ് ഫ്ലോയാണ്. അതല്ല നമ്മുടെ വിഷയം, സ്റ്റഡി ഫ്ലോയാണ്. ഇതിൽ ഈ ലെയർ, ഇപ്പോൾ എൻ്റെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ലെയർ, അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിന് ഈ ഷെയ്ഡ് ചെയ്ത ലെയറിലെ വെലോസിറ്റിയേക്കാൾ കുറവാണ്. ഈ ലെയർ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ലെയറിനെ ഒന്ന് റിട്ടാർഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞ ലെയർ അതുമായിട്ട് കോണ്ടാക്റ്റിലുള്ള വെലോസിറ്റി കൂടിയ ലെയറിനെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് ആണ് അനുഭവത്തിൽ കാണുക. അതായത് ഈ ഓരോ ലെയറിനും അതിന് താഴെയുള്ള ലെയർ ഈ ഫ്ലോയ്ക്കെതിരെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഇതിനെ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ അല്ലെ വിസ്കസ് ഡ്രാഗ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കുന്നതിന് ന്യൂട്ടൻ്റെ ഒരു ലോ ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂടുന്നു ആസ് ദി ഹൈറ്റ് ഫ്രം ദി ബോട്ടം ബെഡ് ഓഫ് ദി കനാൽ ഇൻക്രീസസ്. അത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് നമ്മൾ പറയുന്നത് dv/dx എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പൊസിഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിച്ച് ഈ വിസ്കസ് ഫോഴ്സ് F = -θ × A × dv/dx. ഈ മൈനസ് വരുന്ന ഫ്ലോ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. Eta is called coefficient of viscosity, that is a constant of the liquid. A is the area of the
സർഫസ് ലെയർ, ലിക്വിഡ് ലെയർ. ഈ ലിക്വിഡ് ലെയറിൻ്റെ പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഇതിനെ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഏത് സർഫസിന് പാരലായിട്ട് വരുന്ന ഫോഴ്സിനെ നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് dv/dx ഈസ് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ഫോർമുല ഡിറൈവ് ചെയ്യേണ്ടത്. ഒരു കാപ്പിലറി ട്യൂബിൽ കൂടി ഒരു ലിക്വിഡ് സ്ലോ സ്പീഡിൽ സ്റ്റഡി ഫ്ലോ നടക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓരോ സെക്കൻഡിലും എത്ര വോളിയം ലിക്വിഡ് ഇതിൽ കൂടി ഒഴുകിപ്പോകും എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് പോസോയി ഫോർമുല. എഴുതുന്നത് പോയിസ്വെല്ലി, പലരും പോയിസ്വെല്ലി എന്നാണ് ഇത് വായിക്കുന്നത്. അതിൻ്റെ ശരിയായ ഉച്ചാരണം പോസോയി ഫോർമുല എന്നാണ്. ഈ ഫോർമുല ഡിറൈവ് ചെയ്യുന്നതിന് ഇതിപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു പൈപ്പിൻ്റെ സെഗ്മെൻ്റാണ്. അതിൽ കൂടി ലിക്വിഡ് ഒഴുകുന്നു. ലിക്വിഡ് ഒഴുകണമെങ്കിൽ ഒരെൻഡ് ഹൈ പ്രഷറിലായിരിക്കണം, മറ്റേ എൻഡ് ലോ പ്രഷറിലായിരിക്കണം. ഹൈ പ്രഷർ എൻഡിൽ നിന്ന് ലോ പ്രഷർ എൻഡിലോട്ടാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുക. ഇവിടെ ലിക്വിഡിനെ ഫ്ലോ ചെയ്യിക്കുന്ന ഫോർവേഡ് ഫോഴ്സ് ഈ പ്രഷർ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുക. അതിനെ എതിർക്കുകയാണ് വിസ്കസ് ഫോഴ്സ്. അപ്പോൾ സ്റ്റഡി ഫ്ലോ നടക്കുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകണം. ഇവിടെ ചില അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ, ഫ്ലോ മസ്റ്റ് ബി സ്റ്റഡി. സ്ലോ വെലോസിറ്റിയിലായിരിക്കണം ഫ്ലോ നടക്കുന്നത്. ഒരു ലിമിറ്റിംഗ് വെലോസിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് ടർബുലന്റ് ഫ്ലോ ആയി പോകും. അവിടെ അപ്പോൾ ചുഴിയൊക്കെ ഉണ്ടാവും, ആക്സിലറേഷനും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് കണക്കിലെടുക്കുന്നില്ല. അങ്ങനെയുള്ള ഫ്ലോ അല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്, സ്റ്റഡി ഫ്ലോയാണ്. ഈ പോസോയി ഫോർമുലയുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആപ്ലിക്കേഷൻ. അതിനുള്ള ഫോർമുല ഇത്. അടുത്ത അസംഷൻ, ഫ്ലോ വെലോസിറ്റി എപ്പോഴും ആക്സിസിന്, പൈപ്പിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ്. മാത്രമല്ല ആക്സിസിൽ കൂടിയാണ്, ആക്സിസിലാണ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഏറ്റവും കൂടുതൽ. ഈ പൈപ്പിൻ്റെ വോൾസിലേക്ക് വരുംതോറും വെലോസിറ്റി കുറഞ്ഞ് വോൾസുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി സീറോ എന്നിങ്ങോട്ട് നമ്മൾ കനാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ. അടുത്ത അസംഷൻ, റേഡിയൽ ഡയറക്ഷനിൽ ഫ്ലോ ഒന്നുമില്ല, ആക്സിസിന് പാരലായിട്ട് മാത്രമേ ഉള്ളൂ. ഇത്ര അസംഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ ലിക്വിഡിനെ നമ്മൾ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ നമ്മൾ എക്സ് റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. സിലിണ്ടറിക്കൽ വോളിയം ഓഫ് ദി ഫ്ലോയിങ് ലിക്വിഡ്. ആ ലിക്വിഡ് കോളം ഫലത്തിൽ എക്സ് റേഡിയസ് ഉള്ള ഈ സിലിണ്ടർ മറ്റൊരു ഹോളോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനായി ഇവിടുത്തെ വിസ്കസ് ഫോഴ്സ്. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എഫ് ഈക്വൽസ് മൈനസ് സീറ്റ എ ഇൻറ്റു dv/dx. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഫ്ലോ ഇങ്ങോട്ട്, വിസ്കസ് ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ്, അതിന് മൈനസായി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഈ എക്സ് റേഡിയസ് ഉള്ള സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയാണ്. അപ്പോൾ മൈനസ് സീറ്റ ഇൻറ്റു എക്ക് പകരം 2πx ഇൻറ്റു എൽ. ക്രോസ് സെക്ഷൻ്റെ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് 2πxl ഇൻറ്റു dv/dx. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അറ്റ് സ്റ്റഡി ഫ്ലോ ദിസ് ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ദി ഫോർവേഡ് ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ്. ഈ രണ്ട് എൻഡും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് പി എന്നിരിക്കട്ടെ. എങ്കിൽ ഈ എക്സ് റേഡിയസ് ഉള്ള സിലിണ്ടർ ആക്ട് ചെയ്യുന്ന ഫോർവേഡ് ഫോഴ്സ് പി ഇൻറ്റു ഏരിയ, ഫോഴ്സ് ഇൻറ്റു പ്രഷർ ഇൻറ്റു ഏരിയ, അപ്പോൾ പി ഇൻറ്റു πx². ഇത് രണ്ടും ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. മൈനസ് സീറ്റ ഇൻറ്റു 2πxl dv/dx ഈക്വൽസ് പി ഇൻറ്റു πx². ഇതാ സ്റ്റഡി ഫ്ലോയ്ക്കുള്ള കണ്ടീഷൻ. ഇതിൽ നിന്നും ഡി വി കണ്ടുപിടിച്ചാൽ മൈനസ് px/dx/2η_L. ഓൺ ഇൻറ്റഗ്രേഷൻ വി ഈക്വൽസ് മൈനസ് p/2L ഇൻറ്റു എക്സ് dx in integral x²/2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി നമുക്ക് അസംഷനകത്ത് ഒരു അസംഷൻ ഉപയോഗിക്കാം.
ഈ പൈപ്പിൻ്റെ വോളിൻ്റെ ഭാഗത്ത് വെലോസിറ്റി സീറോയാണ്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽസ് ആർ, ആർ ഈസ് റേഡിയസ് ഓഫ് ദി പൈപ്പ്, അറ്റ് എക്സ് ഈക്വൽസ് ആർ വി ഈക്വൽ സീറോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീറോ ഈക്വൽസ് മൈനസ് പി ആർ സ്ക്വയർ ബൈ 2 × 2 4 വരും, 4 ഈറ്റ എൽ പ്ലസ് സി, ഫ്രം വിച്ച് പി സി ഈക്വൽസ് പി ആർ സ്ക്വയർ ബൈ 4 ഈറ്റ എൽ. ഇതെടുത്ത് തിരിച്ച് ആ വിയുടെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഈക്വൽസ്, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഈക്വൽസ് പി ബൈ 4 ഈറ്റ എൽ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനിയും നമുക്ക് ഈ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് കാണണം. അതിന് എക്സ് പ്ലസ് ഡി എക്സ് റേഡിയയുള്ള ഒരു സിലിണ്ട്രിക്കൽ ഷെല്ല് സങ്കല്പിക്കുക. ഈ ഷെല്ലിൽ കൂടെ പുറത്തിയാടുന്ന ലിക്വിഡിൻ്റെ വോളിയം, അപ്പോൾ ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആസ് എ സിലിണ്ട്രിക്കൽ ഷെൽ ഓഫ് റേഡിയായി എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ്, ഡി ക്യു ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചിട്ടുള്ള ലിക്വിഡിൻ്റെ ഫ്ലോ പെർ സെക്കൻഡ്, ഒരു പൈപ്പിൽ കൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ഫ്ലോ പെർ സെക്കൻഡ് കാണാമെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടെ ഇപ്പോൾ പല വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് പൈപ്പിൻ്റെ മൊത്തം ഏരിയ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല. അതിനൊരു ചെറിയ എലമെൻ്റൽ വോളിയം എടുത്തിട്ട് വോളിയം കാണുന്നത്. അപ്പോൾ ഡി ക്യു ഈക്വൽസ് എക്സും എക്സ് പ്ലസ് ഡി എക്സ്, ഈ റേഡിയസ് ഉള്ള ഒരു സിലിണ്ട്രിക്കൽ ഷെല്ലിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുകുന്ന ലിക്വിഡിൻ്റെ വോളിയം പെർ സെക്കൻഡ്, ഡി ക്യു ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദറ്റ് ഈസ് വെലോസിറ്റി ഈസ് പി ബൈ 4 ഈറ്റ എൽ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അനുലാർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സർക്കംഫറൻസ് ഇൻറ്റു വിഡ്ത്ത് 2πx ഇൻറ്റു ഡി എക്സ്. എങ്കിൽ ഈ പൈപ്പിൽ കൂടി ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ലിക്വിഡിൻ്റെ മൊത്തം വോളിയം കാണാൻ ഇനി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ക്യൂ ഈക്വൽസ് ഇൻറ്റഗ്രൽ, ഇവിടെ എക്സ് ആ വേരിയബിൾ, അതിൻ്റെ ലിമിറ്റ് 0 to r, റേഡിയസ് ഓഫ് ദി പൈപ്പ് 0 to r ഓഫ് പൈപ്പ് പി ബൈ 2 ഈറ്റ എൽ. ഇവിടെ 2 ക്യാൻസൽ ചെയ്യും, ഇവിടെ 4 ഇവിടെ 4 ഉണ്ടല്ലോ, 4 2 കൂടെ ക്യാൻസൽ ചെയ്ത് 2 ആകും. ഇപ്പോൾ പൈ പി ബൈ 2 ഈറ്റ എൽ ഇൻറ്റു ഇത് ആർ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ക്യൂ ഈക്വൽസ് പൈ പി ആർ റൈസ്ഡ് ടു 4 by 8 ഈറ്റ എൽ. ദിസ് ഈസ് ദി ഫോർമുല ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ദി ലിക്വിഡ് ത്രൂ എ പൈപ്പ് ഓഫ് റേഡിയസ് ആർ. ഇതാണ് പോസോയിക് ഫോർമുല എന്ന് പറയുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളത്. പോസോയിക് ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പൈപ്പ് ഹൊറിസോണ്ടലായി ആയിട്ടാണ് സങ്കല്പിച്ചത്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഈ ഫ്ലോയിൽ അവിടെ ഉണ്ടാവുന്നില്ല. പ്രഷർ ഡിഫറൻസ് മാത്രമാണ് ഫ്ലോയ്ക്ക് കാരണമായിട്ട് നമ്മൾ സങ്കല്പിച്ചത്. മാത്രമല്ല ഗ്യാസസിന് ഈ ഫോർമുല ആപ്ലിക്കബിൾ അല്ല, കാരണം ഗ്യാസസ് കംപ്രസിബിളാണ്. അപ്പോൾ ഇത് ലിക്വിഡിന് മാത്രമുള്ളതാണ്. മാത്രമല്ല കാപ്പിലറി ട്യൂബായിരിക്കണം, സ്ലോ സ്പീഡായിരിക്കണം. ഇതെല്ലാം പറഞ്ഞ് ആദ്യം ഞാൻ 3 അസംഷൻസ് പറഞ്ഞു, അത് വെച്ചാണ് ഈ ഡെറിവേഷൻ നടത്തിയത്. ഇനി ഇതിൽ ഈ വെലോസിറ്റി എന്തെങ്കിലും കാരണവശാൽ വെലോസിറ്റി ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കറക്ഷൻസൊക്കെ ആവശ്യമായിട്ട് വരും. കൈനറ്റിക് എനർജി കൂടുതലായിട്ടുണ്ടാകുകയാണെങ്കിൽ ഈ പ്രഷർ അതിനു വേണ്ടി കുറേ ചിലവാകും. അതൊന്നും നമ്മളിവിടെ കണക്കിലെടുത്തിട്ടില്ല, ഇല്ലാതുള്ള ഡെറിവേഷനാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണോളിസ് തിയറം, ഇതെല്ലാം അങ്ങോട്ട് ചർച്ച ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ വെക്ടറിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം. അത് എൻ്റെ പോസ്റ്റിങ്സിലുണ്ട്. അത് വേറെ നിങ്ങൾ കേൾക്കാത്ത രീതി ഞാൻ വളരെ സിംപ്ലിഫൈഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. താങ്ക് യു.